ഇടവിടാതെ സദാകലേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഉയർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനതയുള്ളതുമായ അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോടെ നവീകരിക്കുന്നതിനുമായ കർത്താവിന്റെ മഹത്വം എനിക്ക് അതിൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരണമില്ലാത്തവരും അഴിവില്ലാത്തവരുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെ ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായിട്ടുള്ളവേ സകലരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നിമിത്തം കൂട്ടിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണ ഇവിടെ പരിശോധിക്കപ്പെടാവുന്നതല്ലാത്ത ആഴത്തിൽ പ്രകാരവും സകലത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരണയും പ്രകാരവും ഇതിനോടുകൂടി ഇതിനെ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകൾ അതിനെ നേരിടുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് ഈ നിന്റെ ദാസിയെ നീ വീണ്ടുകൊള്ളണമേ. സമാധാനത്തിന്റെ ദൂതന്മാർ മൂലം ഈ ദാസിയെ നീ അനുയാത്ര ചെയ്യണമേ. ഈ നിന്റെ ദാസി മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ചെയ്തു പോയിരിക്കാവുന്ന എല്ലാ പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബന്ധ പ്രകാരം ക്ഷമിച്ച് മായിച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും കൂഴിയാകുന്നെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ എന്റെ മുൻപായ കുറ്റമില്ലാത്തവരില്ലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കാനും വസിക്കാനും കഴിയുന്നതല്ലെന്നും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. എന്നാലോ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സുഖത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഇവരുടെ മക്കൾ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ ഉർസുലേമ്യ സഭയിൽ സ്വർഗീയമായ ആശ്വാസ സ്ഥലങ്ങളിലും ഇവിടെ നീ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ നീ എഴുതുമ്പോൾ നിന്റെ വിശുദ്ധമാലാഹമാർ മൂലം ആകാശത്തിന്റെ 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിലിരിക്കുന്നവർ ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീരരക്തങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ ഉത്തമനെ ദേവദൂതി ഞങ്ങളോട് ക്ഷമിക്കണമേ. കരുണയുള്ളവനെ മനസ്സറിയണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപങ്ങളാലും തിന്മകളാലും പരിണപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്നാൽ ദൈവമേ, നീ സകലരോടും കരുണ ചെയ്യുന്നവനും
മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമാകുന്നു. നിനക്ക് സ്ത്രീ ബഹുമാനം തുറച്ചതയും യോഗ്യമാകുന്നു. പരിഹാരവും പാവങ്ങൾക്കും മോചനവും രണ്ടിൽ ലോകം കൈക്കൊള്ളുമാറാകട്ടെ. മാതാതാവകമേരു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠനെ, ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാട് മൂലം ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട മാതാവിനെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കുകയാണ് നമ്മൾ മുമ്പാകെ അവശേഷിച്ചിട്ടുള്ള കർത്തവ്യം. അത് ഉചിതമായ വിധത്തിൽ സ്വർഗസന്നിധിയിലേക്ക് യാത്ര അയക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രിയപ്പെട്ട അമ്മ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും യോഗ്യമായ വിധത്തിൽ അത് പൂർത്തീകരിച്ച് ദൈവം വിളിച്ച് ദൈവസന്നിധി യാത്രയാവുകയാണ്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ പോൾ മണലിൽ, അദ്ദേഹം ഒരു കറകളഞ്ഞ സഭയുടെ കൂറും ഭക്തിയും നിലനിർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ഏറെ ലോകത്തിന് മുൻപാകെ നന്മയുടെ സാക്ഷ്യം പുലർത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ഈ അവരവരുടെ മക്കൾ ഇങ്ങനെ വളരുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ മാതൃത്വം ഏറെ അധികം സന്തോഷിക്കുകയും ആ വിധത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന അമ്മമാരെ, അതുപോലെ തന്നെ അപ്പന്മാരെ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ദൈവസന്നിധിയിലുള്ള വിലപ്പെട്ട ഒരു നേട്ടമാണ്. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ കുടുംബ സന്നിധിയിലെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ ദൈവം അവരെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി പൂർത്തീകരിച്ചു എന്ന് ദൈവം മുൻപാകെ പറയാൻ തക്കവണ്ണം ഒരു മാതാവിന്, പിതാവിന് അതിന് അവസരമുണ്ടാകുന്നത് അതുതന്നെയാണ് ഈ ലോക ജീവിതത്തിൽ ഒരാൾക്ക് നേടാനുള്ളത്. ഇപ്പോഴേ ഈ ശരീരപ്രകാരമുള്ള ഒരു വേർപാട് ഇവിടെ ഉണ്ടാകുന്നു. സ്നേഹത്തിൻ്റെ രീതിയിൽ ഇതിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വൈകാരികമായിട്ടുള്ള നൊമ്പരം ഉണ്ടാകും. അത് പ്രായം അതിനൊരു അളവുകോലല്ല. സ്നേഹമാണ് ആ ദുഃഖമുണ്ടാകുന്നത്. പക്ഷെ ദുഃഖിക്കാൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല. ദൈവസന്നിധിയിലേക്ക് ഒരു മാറ്റം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിദേശവാസം പോലെ, ഒരു പരദേശ ജീവിതം പോലെ ഇവിടെ ഒരു ഹ്രസ്വകാലം ജീവിക്കുകയും തുടർന്ന് ദൈവസന്നിധിയിലേക്ക് ഈ ഇവിടുത്തെ താമസം അങ്ങേ സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നുള്ളത് മാത്രം, ഒരു വീട് മാറ്റം എന്ന് മാത്രമേ നമുക്കിതിനെ കാണേണ്ടതുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം പോകേണ്ടവരാണ്. ഒരാൾ നേരത്തെ പോകുന്നു, മറ്റൊരാൾ കുറച്ചും കൂടെ താമസിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ പ്രിയപ്പെട്ട മാതാവ് നൽകിയിട്ടുള്ള നല്ല ഉപദേശങ്ങൾ, മാതൃകകൾ, സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ദൈവത്തിനും മനുഷ്യനും ഉപകാരപ്രദമായ വിധത്തിൽ, ദൈവഹിതത്തിന് അനുയോജ്യമായ വിധത്തിലും മനുഷ്യന് ഉപകാരം ഉണ്ടാകുന്ന വിധത്തിലും ജീവിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഹ്രസ്വ ലോക ജീവിതത്തിലുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവ് ദൈവസന്നിധിയിൽ സ്വീകാര്യതയുള്ളവളായി തീരട്ടെ എന്ന് ദൈവം മുൻപാകെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എല്ലാ അനുശോചനവും ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ സംസാരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ധൂപപ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തിക്കൊണ്ടുമാറാകട്ടെ.
ദൈവമായ കർത്താവിനെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോലും ആശുപത്രിയെ പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുമായുള്ള പ്രാർത്ഥനകൾ ഉന്നതവും ദൈവമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെടാകട്ടെ. ക്ഷേമാവോ റോഹാദീശോ ഹോഷോ പുലസ്ബാൻ